പശ്ചിമേഷ്യ സംഘർഷങ്ങളാൽ വലയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. ഇസ്രായേൽ ഗസ സംഘർഷത്തിന് പുറമെ ചെങ്കടലിൽ ഹൂതി ആക്രമണവും അമേരിക്ക, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ ഇടപെടലും വന്നതോടെ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാനും ഈ ചങ്ങലയിൽ ഒരു കണ്ണിയായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ മുതലുള്ള അതിർത്തി തൊട്ട് ഗസ വരെ ദിനം പ്രതി സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളായി മാറിക്കഴിഞ്ഞു. പാകിസ്ഥാനിലെ തങ്ങളുടെ അതിർത്തിയോട് ചേർന്ന് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ മറ്റൊരു സംഘർഷത്തിന്റെ പ്രധാന കാരണം. പാകിസ്ഥാനും ഇറാനും അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഏറെക്കാലമായി സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പാകിസ്ഥാനിലെ പഞ്ച്കൂർ നഗരത്തിന് സമീപമായിരുന്നു ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ മണ്ണിലുള്ള ഭീകര താവളങ്ങൾ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കിയതെന്നും പാകിസ്ഥാൻ പൗരന്മാരെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുമായിരുന്നു ഇറാന്റെ അവകാശം. എന്നാൽ ഇതേ തുടർന്ന് ആക്രമണത്തിന് കനത്ത മറുപടിയാണ് പാകിസ്ഥാനും നൽകിയത്. കില്ലർ ഡ്രോണുകൾ, റോക്കറ്റുകൾ, മറ്റു യുദ്ധ ഉപകരണങ്ങൾ എന്നിവ കൈവശമുള്ള പാകിസ്ഥാൻ ഇറാനിലെ സെറാവൺ എന്ന ഇറാനിയൻ സിറ്റി അടക്കം 7ഓളം സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത്. അതിർത്തി കടന്ന് ഇറാൻ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതോടെ പാകിസ്ഥാൻ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും അംബാസഡർമാരെ തിരിച്ചുവിളിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ മാധ്യമം പറയുന്നതനുസരിച്ച് ഇറാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിന്റെ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ ബലൂജ് വിഘടനവാദ ഗ്രൂപ്പുകൾ ഇറാനിൽ സജീവമാണെന്നും അവിടെയിരുന്നു കൊണ്ട് അവർ പാക് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. പണ്ടുതൊട്ടേ അസ്വാരസ്യങ്ങൾ ഇരുകൂട്ടരും തമ്മിലുണ്ടെങ്കിലും ഇപ്പോൾ നടന്നത് വളരെ അസാധാരണമായ ആക്രമണങ്ങളാണ്. പരസ്പരം ആദ്യം അറിയിക്കാതെ അതിർത്തികൾക്കപ്പുറത്തുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ പാകിസ്ഥാനും ഇറാനും ശ്രമിച്ചു എന്ന് റിപ്പോർട്ടുണ്ട്. ഇനി യുദ്ധം തുടർന്നാൽ ഇരുപക്ഷത്തും നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ച. എന്നാൽ കണക്കുകൾ പ്രകാരം ഇരുഭാഗത്തും ആവശ്യത്തിനുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും ഡ്രോണുകളും ഉണ്ടെന്നും ഇരുപക്ഷവും സജ്ജരായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടും ഉള്ളത്. $6.3 ബില്യൺ പ്രതിരോധത്തിന് വേണ്ടി പാകിസ്ഥാൻ മാറ്റിവെച്ചപ്പോൾ $9.9 ബില്യൺ ഇറാൻ മാറ്റിവെച്ചത്. ഫൈറ്റർ ജെറ്റുകളും മറ്റ് എയർക്രാഫ്റ്റുകളുമായി 1400 പോർ വിമാനങ്ങൾ പാകിസ്ഥാനിലുണ്ട്. എന്നാൽ 500 മാത്രമാണ് ഇറാന്റെ സംഖ്യ. ഇതിനൊക്കെ പുറമെ വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലിലും വടക്കൻ സിറിയയിലെ IS താവളങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ജെയ്ഷെ അൽ അദൽ എന്ന സംഘടനയുടെ ബലൂച്ച് പഞ്ച്ഗറിലെ 2 താവളങ്ങളും തകർത്തുവെന്നാണ് ഇറാൻ പറഞ്ഞത്. എന്തായാലും പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ തുടങ്ങിവെച്ച മറ്റൊരു തല ഏഷ്യ സംഘർഷം ഇനി എങ്ങോട്ട് പടരുമെന്നും ആളിക്കത്താൻ പോവുകയാണോ എന്നുമൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ അവസ്ഥ രൂക്ഷമാകുമോ? ഇസ്രായേലും ഗസയും യമനിലെ ഹൂതികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ആക്രമണങ്ങൾ ഇനി മറ്റു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദ്യം.